പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സജയന്റെ ചതികൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെയെങ്കിലും രക്ഷിക്കണം പ്രവീണയെ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഗൗതം മുന്നിലേക്ക് പോവുകയാണ്. ഇതേ തുടർന്നാണ് സജയനെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ തിരിച്ചടി ഗൗതമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കൂടെ നന്ദയും നിന്നതിനെ തുടർന്ന് സജയനാകെ പെട്ടുപോയിരിക്കുകയാണ്. ഇതോടെ സജയന്റെ മുന്നിലേക്ക് വരുന്ന ഗൗതം സജയന് ഇപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ രണ്ട് കാര്യം മാത്രമാണ് ഉള്ളത്. ഒന്ന്, ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ച് പ്രവീണയെ ഇവിടെ വിട്ടേച്ചു പോവുക, അല്ലെങ്കിൽ നേരെ ജയിലിലേക്ക്. ഇപ്പോൾ ജയിലിലേക്ക് പോവുകയാണ് എങ്കിൽ മിനിമം അവിടെ നിന്ന് ഇറങ്ങുന്നതിന് ഒരു 4-5 വർഷമെങ്കിലും എടുക്കും. അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടം ആയി മാറുകയും ചെയ്യും. എന്തു വേണം എന്നുള്ള തീരുമാനം സജയനാണ് ഇപ്പോൾ എടുക്കേണ്ടത്. എന്താ സജയ, ജയിലിലേക്ക് പോകാൻ തയ്യാറാണോ? തയ്യാറാണ് എങ്കിൽ ഇപ്പോൾ തന്നെ പറയണം, നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. ഓ, അപ്പോൾ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്ന സജയൻ. ഇങ്ങനെയുള്ള ചതികൾ സജയൻ കുറെ കണ്ടു തന്നെയാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ സജയനെ വിരട്ടുന്നതിനായുള്ള ശ്രമമൊന്നും സാറിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട. കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നതിന് ഈ സജയന് കൃത്യമായി അറിയാം. ഇത് കേൾക്കുന്ന ഗൗതം, അങ്ങനെ ഈ കുടുക്കിൽ നിന്ന് എളുപ്പം ഓടിപ്പോകാൻ നിനക്ക് സാധിക്കില്ല സജയ. അതുപോലുള്ള കുരുക്കാണിത്. ഇത് നിന്നെയും കൊണ്ടേ പോകൂ. അതുപോലെ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ കുരുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തിയല്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് സജയൻ. ഒടുവിൽ ഗൗതം പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്ന സജയൻ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഗൗതം, അങ്ങനെ വഴിക്കുക സജയ എന്ന് വ്യക്തമാക്കുകയും, ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നിങ്ങളുടെ വിവാഹം ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി നിയമപരമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് എൻ്റെ കൂടെ നിൽക്കണം. മാത്രവുമല്ല, പ്രവീണയെ ഇനി ഒരിക്കലും ശല്യം ചെയ്യാനും വരില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് നൽകുകയും വേണം. ഇത് കേൾക്കുന്ന സജയൻ, ഓക്കെ, ഞാൻ അതിന് തയ്യാറാണ്. പക്ഷേ ഇനി എൻ്റെ പേരിൽ കേസോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടണം. ഞാൻ പറയുന്നത് നീ അനുസരിക്കുകയാണ് എങ്കിൽ സജിയ, നിനക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഇത് ഗൗതം തരുന്ന വാക്കാണ്. ആ വാക്ക് ഗൗതം തെറ്റിക്കുകയില്ല എന്നുള്ള ഉറപ്പ് ഗൗതം നിനക്ക് തരാം. പക്ഷേ നീ വാക്ക് തെറ്റിക്കുകയാണ് എങ്കിൽ നിനക്കുണ്ടാകുന്ന തിരിച്ചടി വലുതായിരിക്കും. അതും നീ ഓർക്കുന്നത് നിനക്ക് നന്നായിരിക്കും. രക്ഷപ്പെടുന്നതിനുള്ള എല്ലാ പഴുതും അടച്ചുകൊണ്ട് തന്നെയുള്ള നീക്കമാണ് ഇത്. അതുകൊണ്ട് തന്നെ വെറുതെ എന്തെങ്കിലും മണ്ടത്തരം നീ ഇപ്പോൾ കാണിക്കുകയാണ് എങ്കിൽ അത് ഭാവിയിൽ നിനക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ള കാര്യം നീ മറക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഗൗതം. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയ സജയൻ ഒടുവിൽ പ്രവീണയെ ചെന്ന് കണ്ട് മാപ്പ് ചോദിക്കുകയാണ്. എന്നാൽ പ്രവീണയാകട്ടെ സജയന്റെ മുഖത്തടിക്കുകയും ഇനി എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.